എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഇടത്തരം 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളിയും 2-3 പച്ചമുളകും കീറി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പച്ചച്ചവയൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് പാൻ ഒന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചി സവോളയും എല്ലാം കൂടി ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു, അപ്പോൾ അതും കൂടി ഒന്നിട്ട് കൊടുക്കുവാണ്. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സവോളയ്ക്ക് ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒത്തിരി ഒന്നും വഴന്ന് കിട്ടണമെന്ന്, കാരണം നമ്മൾ ചിക്കൻ ഇതിനകത്തിട്ട് വേവിക്കുന്നതുകൊണ്ട് ഒത്തിരി വഴറ്റിയെടുക്കണ്ട. ഇപ്പം നമ്മുടെ സവോളയുടെയൊക്കെ കളറൊന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും പിന്നെ നമുക്ക് 1 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പച്ചച്ചവയൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഇടത്തരം തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്നും വെന്തുടയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ പിന്നീട് നമ്മൾ ചിക്കനിട്ട് നന്നായിട്ട് ഇത് വേവിക്കുമ്പോൾ ഇതെല്ലാം വെന്തുടഞ്ഞ് വന്നോളും. അപ്പോൾ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ്. പിന്നെ ആ ചിക്കൻ വെച്ചിരുന്ന പാത്രം കഴുകി ഇച്ചിരി വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനകത്ത് ബാക്കി വെള്ളവും കൂടി ഒന്ന് ഇറങ്ങിക്കിട്ടും. അതിനായിട്ടാണ് ഇപ്പം നമ്മളിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. പത്ത് മിനിറ്റിന് ശേഷം ഞാൻ മൂടി ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു വെള്ളമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം, കാരണം ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ കറിയായിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പം കുറച്ച് ഗ്രേവി ആയിട്ട് വേണം എടുക്കാനായിട്ട്. അതിനായിട്ട് ഞാനിപ്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. ഈ സമയത്ത് ഉപ്പോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ച് അതുപോലെ തന്നെ വറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ട, കറി കുറുകി വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഈ ചൂടോടുകൂടി തന്നെ ഒരു 5 മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. അപ്പോഴാണ് ഈ കറിവേപ്പില ടേസ്റ്റ് നമ്മുടെ കറിക്കകത്ത് ഇറങ്ങുന്നത്. അതും കൂടി ആകുമ്പോഴത്തേനും അടിപൊളി ടേസ്റ്റാണ്. അപ്പം ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ചെറിയ വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.